moving through the milestones. All is looking good. Coming up in just a few seconds, we're going to get that thrust vector control actuator test. This is a gimbaling of the engines. There are the 4 RS-25s, 3 of them Shuttle Heritage, 1 of them built from മനുഷ്യർ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കരുത്തുള്ള റോക്കറ്റ് എന്നാണ് നാസ അവകാശപ്പെടുന്നത്. അതിന്റെ യന്ത്രഭാഗങ്ങൾ, അതിന്റെ ആ ശബ്ദം നമുക്കിപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ബേൺ ചെയ്ത് ഏറ്റവും കരുത്തുള്ള ഒരു ത്രസ്റ്റിലാണ് ഇത് മുകളിലേക്ക് കുതിച്ചു വരാൻ പോകുന്നത്. അത്രമാത്രം പവർ, അതിന് അത്രമാത്രം കരുത്തുള്ള റോക്കറ്റാണ്. അതിനായി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഇന്ധനങ്ങൾ, അത് ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും നമ്മൾ ഈ കാണുന്ന ആ വലിയ ഇന്ധന ടാങ്കിൽ നിറച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് കാണുന്ന ആ ഓറഞ്ച് ഭാഗം, അത് അത്രയും വലിയ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കാണ്. അതിൽ നിറയെ ഇന്ധനം നിറച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ മണിക്കൂറുകൾ മുമ്പ് തന്നെ അത് നിറച്ചു കഴിഞ്ഞതുമാണ്. ഇനി അത് ഉപയോഗിച്ചാണ് ഈ റോക്കറ്റ് മുകളിലേക്ക് കുതിച്ചു വരാൻ പോകുന്നത്. കേവലം 1 മിനിറ്റും 45 സെക്കൻഡും മാത്രമാണ് ഈ ലോഞ്ചിന് ബാക്കിയുള്ളത്. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മിനിറ്റുകൾ സെക്കൻഡുകളായി മാറുന്നു. All right, there's the rocket's core stage, which housed 3 flight computers, is now on its own power. There's no more hold time because there's no more margin on these batteries. So we would have to recycle back to T-10 to recharge if we had a hold. One minute. Right now the rocket does not know what the T0 is, but coming up at T-33 Yes, seconds. 1 മിനിറ്റിലേക്ക് താഴെ കൗണ്ട് ഡൗൺ വന്നിരിക്കുന്നു. കേവലം 50 സെക്കൻഡ് മാത്രമാണ് ഈ ചരിത്ര ദൗത്യത്തിന് ബാക്കിയുള്ളത്. ആ വിക്ഷേപണം അത് സംഭവിക്കാൻ പോകുന്നു. 45 സെക്കൻഡിലേക്ക് 40 സെക്കൻഡിലേക്ക് ചുരുങ്ങുന്നു. ഇനി കേവലം സെക്കൻഡുകൾ മാത്രം. ഒറൈൻ എന്ന പേടകത്തെയും വഹിച്ച് SLS എന്ന റോക്കറ്റ് 4 മനുഷ്യരെ വഹിച്ച് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങിയാണ്. ചന്ദ്രനെ ചുറ്റി തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ കൗണ്ട് ഡൗൺ അവസാന സെക്കൻഡുകളിലേക്ക്. Sound suppression water is flowing. 15. And here we go. 10, 9, 8, 7. RS-25 engines lit. 4, 3, 2, 1. Booster ignition and lift off. The crew of Artemis 2 now bound for the moon. Humanity's next great voyage begins. ആർട്ടിമിസ് 2 വിക്ഷേപണം സംഭവിച്ചിരിക്കുന്നു. ചരിത്രം പിറക്കുന്നു. ഫ്ലോറിഡയിൽ കെനഡി സ്പേസ് സെന്ററിലെ 39B എന്ന വിക്ഷേപണത്തറയിൽ നിന്നും 4 മനുഷ്യരെയും വഹിച്ച് ചന്ദ്രനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ആർട്ടിമിസ് 2 ദൗത്യത്തിലെ SLS റോക്കറ്റിന്റെ വിക്ഷേപണം. പെർഫെക്റ്റ് ലോഞ്ച് എന്നാണ് ആദ്യ കമാൻഡ് വന്നിരിക്കുന്നത്. 8 മിനിറ്റിനകം ഈ പേടകത്തെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും കരുത്തുള്ള സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന SLS റോക്കറ്റാണ് ഈ വിക്ഷേപണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആർട്ടിമിസ് 2 വിക്ഷേപണം നടന്നിരിക്കുന്നു. ദൃശ്യങ്ങളിൽ അതിന്റെ കുതിപ്പ് നമ്മൾ കാണുന്നു. ഒറൈൻ എന്ന പേടകത്തിൽ 4 മനുഷ്യരെയും വഹിച്ച് SLS റോക്കറ്റ് കുതിച്ചുയർന്നു. കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറ 39B, അതിൽ നിന്നുമാണ് ഈ വിക്ഷേപണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ആ പേടകം, അതിനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് SLS റോക്കറ്റിനുള്ളത്. അത് സംഭവിക്കുന്നു. കൃത്യമായ ഘട്ടങ്ങൾ അത് പിന്നിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാസ അത് കൃത്യമായ അപ്ഡേറ്റുകൾ വരും മിനിറ്റുകളിൽ നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
50 seconds of mission elapsed time. Standing by for main engine throttle down to 85%. Ahead of solid rocket booster separation expected at the 2-minute 9-second mark. അടുത്ത 2 മിനിറ്റിന് ശേഷം അതിന്റെ അടുത്ത ഘട്ടം സെപ്പറേഷൻ സംഭവിക്കും. ഓരോ ഘട്ടത്തിലും ബൂസ്റ്റർ റോക്കറ്റുകൾ അത് കൃത്യമായി ജ്വലിപ്പിച്ചാണ് അത് സാധ്യമാകുക. Main engines throttling up, guidance converged. ആദ്യഘട്ടം വളരെ കൃത്യമായി പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാസയിൽ നിന്നും ലഭിക്കുന്ന അറിയിപ്പ്. ആദ്യ ഘട്ടങ്ങൾ നോർമലായി പിന്നിട്ടിരിക്കുന്നു എന്ന അറിയിപ്പ് ഇപ്പോൾ നാസയിൽ നിന്നും ലഭിക്കുന്നു. ഓരോ ഘട്ടത്തിലും മാറ്റം ഉണ്ടാക്കേണ്ട റോക്കറ്റിലെ ത്രസ്റ്ററുകൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നു. And upper stage confirmed in a ready state ahead of service module fairing separation. Three minutes into the flight, Integrity 49 miles in altitude, 78 miles downrange, now passing 5,000 miles per hour. റോക്കറ്റിൽ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അതിന്റെ സെപ്പറേഷൻ സ്റ്റേജ് കൂടി ഇപ്പോൾ കാണാം. ഓരോ ഘട്ടത്തിലും സംഭവിക്കുന്ന സെപ്പറേഷൻസ് അത് തിരികെ ഭൂമിയിലേക്ക് അതിന്റെ ഭാഗങ്ങൾ വീണു പോകുന്നതും കാണാം. അതൊക്കെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുന്നതിന്റെ കൃത്യമായ ലക്ഷണങ്ങളാണ്. മുകളിലേക്ക് പോകുന്നത് പേടകം മാത്രമായിരിക്കും നമുക്കറിയാം. പേടകത്തെ വഹിക്കുന്ന ഒരു ഭാഗം മാത്രമാണ് മുകളിലേക്ക് ഉയർന്നു പോവുക. We see you safe on board, Stan. And Houston has you loud and clear on TDRS at the Kármán line. റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതിന്റെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. 50 seconds into the flight of Artemis 2, Wiseman, Glover, Cook and Hansen crossed the boundary to space with good comm checks. GPS signals acquired after last jettison now working on internal checks to verify accuracy. Flight Dynamics Officer analyzed time of main engine cutoff, confirmed at 8 minutes 2 seconds, time of MECO. 8 മിനിറ്റ് കൊണ്ട് ബഹിരാകാശത്തേക്ക് ഈ പേടകത്തെ എത്തിക്കാൻ കഴിയും എന്നാണ് ഇനി ആ കൺഫർമേഷനാണ് ലഭിക്കാൻ ബാക്കിയുള്ളത്. 8 മിനിറ്റ് കൊണ്ട് ബഹിരാകാശത്തേക്ക് ഈ പേടകം എത്തുകയും പിന്നീട് ഭൂമിയെ ഭ്രമണം ചെയ്ത് കൃത്യമായ ഇടവേളകളിൽ ഭ്രമണപഥം ഉയർത്തി പിന്നീട് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടരുകയും ചെയ്യും. ആ രീതിയിലാണ് ഈ ആർട്ടിമിസ് 2 ദൗത്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. വീണ്ടും റോക്കറ്റിലെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. SLS റോക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകൾ പകർത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. 100 മൈൽ പിന്നിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിക്ഷേപിച്ചതിന് ശേഷം 5 മിനിറ്റും 13 സെക്കൻഡും പിന്നിട്ടിരിക്കുന്നു. ആദ്യഘട്ടങ്ങൾ വിജയകരമാണ്. കൃത്യമായ അക്യുറസി കീപ്പ് ചെയ്താണ് ഇപ്പോൾ റോക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നത് എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതിന് സാക്ഷ്യം വഹിക്കാൻ കെനഡി സ്പേസ് സെന്ററിലെ പ്രത്യേകം ഒരുക്കിയ അവിടുത്തെ ഗാലറിയിൽ നൂറുകണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണങ്ങളുമൊക്കെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. 10,000 മൈൽസ് പെർ അവർ എന്ന വേഗത്തിലാണ് ഇപ്പോൾ പേടകത്തിന്റെ കുതിപ്പ് എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നു. ഭൂമിക്ക് മുകളിൽ കൃത്യമായ ഒരു ഭ്രമണപഥത്തിൽ ആദ്യം ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നു. പിന്നീട് ഭ്രമണപഥം ഉയർത്തി ഒരു ദിവസം പിന്നിട്ട ശേഷം മാത്രമേ 2-ാം ദിനം മാത്രമേ ചന്ദ്രനിലേക്കുള്ള യാത്ര അടുത്ത ഘട്ടം അത് നടത്തുകയുള്ളൂ. ഈ രീതിയിലാണ് ആർട്ടിമിസ് 2 എന്ന ഈ ദൗത്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. പരമാവധി ഇന്ധനക്ഷമത, ഇന്ധനം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് അതിനായി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.